ഹായ് എല്ലാവർക്കും വെൽക്കം ടു വൈറ്റ് ബോർഡ് ബൈ അപർണ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ് ആണ്. അഡോളസൻസ് സൈക്കോളജിയിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ്. ഈ ടോപ്പിക്ക് കൂടുതലായി ഡീറ്റെയിൽസ് നമ്മൾ കുട്ടികളെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റും എല്ലാ തരത്തിലും പഠിക്കുന്ന മെത്തേഡ്സിലും കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. ഇത്രയും മാത്രമല്ല മെത്തേഡ്സ് ഉള്ളത്, ഇതിൽ കൂടുതൽ മെത്തേഡ്സും ഉണ്ട്. ഇത് സ്പെസിഫൈ ചെയ്ത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ് എന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്, അതായത് ആത്മപരിശോധനാ രീതി. രണ്ടാമത്തേത് ഒബ്സർവേഷൻ മെത്തേഡ്, നിരീക്ഷണ രീതി. മൂന്നാമത്തേത് കേസ് സ്റ്റഡി, വ്യക്തിഗത പഠനം. എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, അല്ലെങ്കിൽ പരീക്ഷണ രീതി. ഈ പറയുന്ന 4 മെത്തേഡ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അഥവാ ആത്മപരിശോധനാ രീതി. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്നാണ് ആത്മപരിശോധനാ രീതി. ഇതാണ് ഏറ്റവും പഴയ രീതിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് വിത്തിൻ അല്ലെങ്കിൽ ലുക്കിംഗ് ഇൻസൈഡ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അതായത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് നോക്കുന്നു. ഒരാൾ സ്വയം അയാളുടെ മനസ്സിനുള്ളിലേക്ക് നോക്കി എന്തൊക്കെയാണ് തൻ്റെ വികാരങ്ങളും ചിന്തകളും എന്നൊക്കെ വിശകലനം ചെയ്യുന്നൊരു രീതിയാണ് ആത്മപരിശോധനാ രീതി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആത്മപരിശോധനാ രീതി എന്താണെന്ന്. ആത്മപരിശോധന അല്ലെങ്കിൽ സ്വന്തമായി പരിശോധന നടക്കുക. നമ്മൾ ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ സ്വയം അയാളെപ്പറ്റി എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും ആത്മപരിശോധന, സ്വയം പരിശോധിക്കുന്ന രീതി. സ്വയം അയാളുടെ വികാരങ്ങളെയും ചിന്തകളെയും എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്ന രീതിയാണ് ആത്മപരിശോധന രീതി. ഇതാണ് മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴയ രീതിയായി കണക്കാക്കുന്നത്. മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴയ രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആത്മപരിശോധന രീതിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാര്യം ഇത് ഒരാൾ തനിയെ തന്നെ ചെയ്യുന്നതാണ്. അതിന് മറ്റൊന്നിൻ്റെയും അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെയും ഒരാവശ്യവും വരുന്നില്ല. എന്നാൽ ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ കൗമാരക്കാർക്ക് പലപ്പോഴും അവരുടെ വികാരങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയണമെന്നില്ല. ഇത് കൗമാരക്കാരുടെ മാത്രം കാര്യമില്ല, ഏതൊരു വ്യക്തിക്കും ഇത് തന്നെയാണ് കാര്യം. എല്ലായ്പ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ വികാരങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ കൃത്യമായി ഇന്നതാണെന്ന് പറയാൻ ചിലപ്പോൾ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു സബ്ജക്റ്റീവ് രീതിയായിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. ഞാൻ എന്നെ തന്നെ നോക്കി എൻ്റെ പരിശോധന നടത്തിയിട്ട് എനിക്ക് താല്പര്യമുള്ളത് മാത്രം പുറത്ത് പറയാം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒളിച്ചു വയ്ക്കാം. അതുകൊണ്ട് ഇതിനെ സബ്ജക്റ്റീവ് അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള രീതിയായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തേത് ഒബ്സർവേഷൻ മെത്തേഡ് അഥവാ നിരീക്ഷണ രീതി. ഇതും ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പുറത്തു നിന്ന് മറ്റൊരാൾ നിരീക്ഷിക്കുകയാണ്. ഇതിനെ നമുക്ക് ഒബ്ജക്റ്റീവില്ല, അതായത് ഒരാൾ തനിയെ തന്നെ എൻ്റെ വികാരം ചിന്ത ഇതാണെന്ന് പറയുന്നതിലുപരി അയാളെ നിരീക്ഷണത്തിലൂടെ ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് അയാളുമായിട്ടുള്ള യാതൊരു ചായവും ബയാസസും വരാതെ നടത്തുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ഒബ്ജക്റ്റിവിറ്റി രീതിയായിട്ട് കണക്കാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിലി പഠിക്കാനുള്ള രീതിയായിട്ട് കണക്കാക്കുന്നുണ്ട്. കുട്ടിയുടെ സ്വാഭാവികമായ പെരുമാറ്റത്തെ പുറത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. അവരറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ നിരീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 2 ഒബ്സർവേഷൻസ് ഉണ്ട്, നാച്ചുറലിസ്റ്റിക്സും പിന്നെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിൽ കുട്ടി അറിയാതെ അവനെ നിരീക്ഷിക്കുന്നു. ഒരു ടീച്ചർ, അധ്യാപകൻ ക്ലാസ്സിൽ ആ കുട്ടിയുടെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലോ ഒക്കെ ആ കുട്ടിയുടെ പെരുമാറ്റം എന്താണെന്ന് അവൻ അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ട് വിലയിരുത്തുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതേസമയം പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ കുട്ടികളോടൊപ്പം ചേർന്ന് അവരിൽ ഒരാളായി നിന്ന് നിരീക്ഷിക്കുന്നു. പുറത്ത് മാറി നിൽക്കാതെ അവരുടെ എല്ലാ പറയുന്ന ആക്ടിവിറ്റീസിലും പങ്കെടുത്തുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്നതിനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായ പെരുമാറ്റത്തെ പുറത്തു നിന്ന് നിരീക്ഷിക്കുന്നു. ഇതിനെ ഒരു ഒബ്ജക്റ്റീവിൽ പഠിക്കുന്ന രീതിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അഥവാ ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് മെത്തേഡാണ്. ഇതിൽ 2ആയിട്ട് തിരിക്കുക. ഒബ്സർവേഷൻ മെത്തേഡിനെ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്നും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. അടുത്തത് കേസ് സ്റ്റഡി മെത്തേഡ് അഥവാ വ്യക്തിഗത പഠനം. ഒരു പ്രത്യേക കുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം സെലക്ട് ചെയ്യുന്നു, ഒരു കുട്ടിയെ മാത്രം സെലക്ട് ചെയ്ത് ആ കുട്ടിയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളെ പറ്റിയും ഒരു ആഴത്തിലുള്ള പഠനം നടത്തുന്ന രീതിയാണെങ്കിൽ അതാണ് കേസ് സ്റ്റഡി മെത്തേഡ്. അപ്പോൾ ഒരു പ്രത്യേക കുട്ടിയെക്കുറിച്ച്, ഉദാഹരണത്തിന് പഠന വൈകല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യമുള്ളവർ ആഴത്തിലുള്ള പഠനം നടത്തുന്നു. അവരെ പറ്റി എന്ത് ചെയ്യുന്നു, ആഴത്തിലുള്ള പഠനം നടത്തുന്നു. അതായത് ഇവിടെ നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നും ആ കുട്ടിയെപ്പറ്റി വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിവരശേഖരണം നടത്താൻ കഴിയുമോ അതെല്ലാം ശേഖരിക്കപ്പെടുന്നു.
അതായത് കുട്ടിയുടെ കുടുംബമാവട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, പഴയ സ്കൂളിൽ അല്ലെങ്കിൽ പഴയ ചരിത്രമാവട്ടെ, എല്ലാം എന്തൊക്കെ ഡേറ്റാസ് ആ കുട്ടിയെപ്പറ്റി കണ്ടെത്താൻ പറ്റുമോ അത്രയും കാര്യങ്ങളെല്ലാം കണ്ടെത്തി അവിടെ എല്ലാം കുട്ടിയുടെ പെരുമാറ്റം വിശകലനം ചെയ്ത് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് അറിയുകയും അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ക്ലിനിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന പഠന രീതിയാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഇതിനെയാണ് കേസ് സ്റ്റഡി മെത്തേഡാണ്. ഇതാണ് കുറച്ചും കൂടി ആധികാരികമായി ആ കുട്ടിയെ എല്ലാ സോഴ്സിൽ നിന്നും പഠിച്ച് ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്കോ എത്തുന്ന രീതി. അടുത്തത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, പരീക്ഷണ രീതി. നിയന്ത്രിതമായ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കുന്നു. അതായത് ഒരു കുട്ടിയെ നമ്മൾ പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. പല സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് എന്ത് ചെയ്യുന്നു, ആ ഓരോ സിറ്റുവേഷൻസിലും ആ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നു. നിരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ നിഗമനങ്ങളിലേക്ക് എത്തുന്ന രീതിയാണ് പരീക്ഷണ രീതി. ഏറ്റവും ശാസ്ത്രീയമായ രീതി ഏതാണെന്ന് ചോദിച്ചാൽ അതേത് തന്നെയാണ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. എന്നാൽ ക്ലിനിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്നത് കേസ് സ്റ്റഡിയാണ്. ഇനി ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തേത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞത് ആരാണ്, അല്ലെങ്കിൽ ആ പ്രസ്താവന നടത്തിയത് ആരാണ്? ഓപ്ഷൻ എ പിയാഷെ, ബി സ്റ്റാൻലി ഹാൾ, സി വൈഗോട്സ്കി, ഡി ബ്രൂണർ. ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഉത്തരം ബി സ്റ്റാൻലി ഹാളാണ് അഡോളസൻസ് പീരീഡിനെ പറ്റി അല്ലെങ്കിൽ കൗമാരപ്രായത്തെപ്പറ്റി അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. രണ്ടാമത്തെ ചോദ്യം, ഒരു കുട്ടിയുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ കാരണം കണ്ടെത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻ എ നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ, ബി ആത്മപരിശോധന രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ, സി കേസ് സ്റ്റഡി, ഡി പരീക്ഷണ രീതി അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഒരു കുട്ടിയുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ കാരണം കണ്ടെത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവേഷൻ രീതിയാണോ, അതോ ഇൻട്രോസ്പെക്ഷനാണോ, കേസ് സ്റ്റഡിയാണോ, പരീക്ഷണ രീതിയാണോ? ഇതിൽ നിന്ന് ആത്മപരിശോധന രീതിയൊക്കെ നമുക്ക് ആദ്യമേ മാറ്റാൻ കഴിയും. അതൊക്കെ പഴയ മെത്തേഡാണ്, അത് സബ്ജക്റ്റീവാണ്, അതിൽ ബയാസസ് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റ് പറയുന്ന വ്യതിചലനങ്ങളൊക്കെ സംഭവിക്കാൻ കാരണമാകുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കേസ് സ്റ്റഡി ഒരു ക്ലിനിക്കൽ മെത്തേഡായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എല്ലാ സോഴ്സിൽ നിന്ന് ഡേറ്റ സ്വീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ആ കുട്ടിയുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ കാരണം എന്താണെന്ന് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ രീതി എപ്പോഴും കേസ് സ്റ്റഡി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത് ഏറ്റവും ശാസ്ത്രീയവും കൃത്യവുമായി മനഃശാസ്ത്ര പഠന രീതി അല്ലെങ്കിൽ അങ്ങനെ അത്രത്തോളം ശാസ്ത്രീയവും കൃത്യവുമായി പഠിക്കുന്ന രീതി ഏതാണ്? കുട്ടിയുടെ മനഃശാസ്ത്രത്തെ പഠിക്കുന്ന രീതിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻസർ ഏതാണ്? പരീക്ഷണ രീതി അഥവാ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഇതെല്ലാം വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എന്താണെന്ന് കാര്യമായി മനസ്സിലാക്കിയിരിക്കുക, അത്രയാണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.